Good morning. Welcome to Learnino. നമ്മൾ ഈ ഒരു വീഡിയോയിൽ PYQ ഫിസിക്സ് ഒക്കെയും ഫിസിക്സിലുള്ള PYQ ഒമ്പതാമത്തെ സെറ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, if the power of a lens is minus 2.0d, then the type and focal length f of the lens are. ഓക്കെ, അപ്പൊ നമുക്കൊരു ലെൻസിന്റെ പവർ ആണ് തന്നിരിക്കുന്നത്. ആ ഒരു പവർ വെച്ചിട്ട് നമുക്ക് ആ ഒരു ലെൻസ് ഏത് ടൈപ്പ് ആണെന്നും കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഫോക്കൽ ലെങ്ത് എഫ് എന്താണെന്നുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഹിയർ ആൻസർ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ആൻസർ നമുക്ക് കോൺകേവ് ലെൻസ്, ടൈപ്പ് ഓഫ് ലെൻസ് എന്ന് പറയുന്നത് കോൺകേവ് ലെൻസ് ആണ്. ഫോക്കൽ ലെങ്ത് എഫ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്? 50 സെന്റിമീറ്ററും കൂടിയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ കോൺകേവ് ലെൻസും ആണ്, 50 സെന്റിമീറ്റർ ആണ്. അപ്പൊ അത് എങ്ങനെയാണ് നമുക്കൊരു പവർ തന്നാൽ അതിന്റെ ടൈപ്പും ഫോക്കൽ ലെങ്ത്തും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പവർ -2.0d ആണ് തന്നിരിക്കുന്നത് അല്ലെ. പവറിനുള്ള ഒരു ഇക്വേഷൻ നമുക്ക് അറിയാം. പവർ ഇസ് ഈക്വൽ ടു 1/f ആണ് അല്ലെ. P എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പവർ ഇൻ ഡയോപ്റ്റേഴ്സ് ആണ്. F എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആണ്. അപ്പൊ നമുക്ക് ഫോക്കൽ ലെങ്ത് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തൂടെ? P is equal to 1/f ആണ്. അപ്പൊ F is equal to എന്ത് വരും? 1/P ആണ്. സോ 1 divided by -2.0 ആണ് വരുന്നത്, which is equal to 0.5 മീറ്റർ ആണ് വരുന്നത്. അതിന് നമുക്ക് സെന്റിമീറ്ററിലേക്ക് ആക്കുമ്പോൾ നമുക്ക് എന്താ തരുന്നത്? ഇറ്റ് ഈസ് -50 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന പവർ, അതായത് നമുക്ക് തന്നിരിക്കുന്ന ഫോക്കൽ ലെങ്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന എത്രയാണ്? -50 സെന്റിമീറ്റർ ആണ്. പവർ നെഗറ്റീവ് ആയതുകൊണ്ട് ഇറ്റ് ഷുഡ് ബി എ കോൺകേവ് ലെൻസ് ആണ്. ഇപ്പൊ പവർ പോസിറ്റീവിലാണ് നമുക്ക് തന്നിരിക്കുന്നെങ്കിൽ 2.0 ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് എഫ് നമുക്ക് ഈസി ആയിട്ട് 50 സെന്റിമീറ്റർ കിട്ടും. പക്ഷെ അത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന പവർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്കത് ടൈപ്പ് ഓഫ് ലെൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ ഫോക്കൽ ലെങ്ത്തിനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? P is equal to 1/f ആണ്. ഓക്കെ, second one നോക്കൂ. In an young double slit experiment without varying the distance of the screen and slit separation, if the wavelength of monochromatic source is changed 1/1 in the ratio 2:3:4, then the corresponding fringe width measured will be in the ratio. അപ്പൊ ഒരു യങ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ നമ്മൾ ആ ഒരു സ്ക്രീനിന്റെയും സ്ലിറ്റിന്റെയും സെപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ വേരി ചെയ്യുന്നില്ല. സെയിം ഡിസ്റ്റൻസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അതിന്റെ വേവ് ലെങ്ത്, ആ ഒരു മോണോക്രോമാറ്റിക് സോഴ്സ് ആണ് നമ്മൾ അതിൽ പാസ് ചെയ്യുന്നത്, അതിന്റെ വേവ് ലെങ്ത്തിൽ വരുന്നത്, വേവ് ലെങ്ത് ചേഞ്ച് ചെയ്യുമ്പോൾ വരുന്ന റേഷ്യോ എന്ന് പറയുന്നത് 2:3:4. ഈ ഒരു റേഷ്യോയിലാണ് നമ്മൾ വേവ് ലെങ്ത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേവ് ലെങ്ത് ചേഞ്ച് ആകുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു ഫ്രിഞ്ചിന്റെ വിഡ്ത്ത് മെഷർമെന്റ് ഏതൊരു റേഷ്യോയിലായിരിക്കും നമുക്ക് കിട്ടുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഹിയർ ഓപ്ഷൻ സി 2:3:4. അതായത് ഏതൊരു ഇതിലാണോ നമുക്ക് വരുന്നത് സെയിം റേഷ്യോയിൽ തന്നെയാണ് അതിന്റെ ആ ഒരു ഫ്രിഞ്ചിന്റെ വിഡ്ത്തും കിട്ടുന്നത്. അതങ്ങനെയാണ് നമുക്ക് ആ ഒരു റേഷ്യോ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോ ഒരു യങ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ ഫ്രിഞ്ച് വിഡ്ത്ത് ബീറ്റയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? λd/d ആണ് വരുന്നത്. ഓക്കെ, അതിൽ ലാംഡ എന്ന് പറഞ്ഞാൽ ലൈറ്റിന്റെ വേവ് ലെങ്ത് ആണ്, d എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്, ആ ഒരു സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ D എന്ന് പറയുന്നത്. സ്മോൾ ലെറ്റർ d എന്ന് പറയുന്നത് എന്താണ്? ആ രണ്ട് സ്ലിറ്റുകൾ തമ്മിലുണ്ടാകുന്ന സെപ്പറേഷൻ ആണ്. അപ്പൊ നമുക്കറിയാം, ഇവിടെ നോക്കൂ, ഈ ക്യാപിറ്റൽ D ആൻഡ് D എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതായത് ഈ ഡിസ്റ്റൻസുകൾ രണ്ടും നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ലാംഡയാണ് നമുക്ക് വരുന്നത് അല്ലെ. അപ്പൊ ഈ പറയുന്ന ഈ ഫ്രിഞ്ച് വിഡ്ത്ത് ബീറ്റ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ലെങ്ത്, അതായത് ലാംഡ വേവ് ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ബി അല്ലെങ്കിൽ ബീറ്റ വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ ആണ്. അപ്പൊ ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞ പോലെ അത് രണ്ടും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേവ് ലെങ്ത് തന്നിരിക്കുന്ന റേഷ്യോ 2:3:4 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എക്സ്പെരിമെന്റിൽ വരുന്ന ഫ്രിഞ്ചിന്റെ വിഡ്ത്ത് ബീറ്റ എന്ന് പറയുന്നത് നമുക്ക് എന്താ വരുന്നത്? സെയിം റേഷ്യോ 2:3:4 എന്നുള്ള ഒരു റേഷ്യോ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ബിക്കോസ് ബോത്ത് ആർ ഇൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫിനോമിന ഡസ് നോട്ട് occur when a white
light falls on an equilateral glass prism. ഒരു ഇക്വിലാറ്ററൽ ഗ്ലാസ് പ്രിസത്തിൽ ഒരു വൈറ്റ് ലൈറ്റ് തന്ന് ഫോൾ ചെയ്യുമ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഫിനോമിനയാണ് ഒക്യുർ ആകാത്തത്, സംഭവിക്കാത്തത് അല്ലെങ്കിൽ കാണപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ എന്തൊക്കെയാണ്? റിഫ്ലക്ഷൻ തന്നിട്ടുണ്ട്, റിഫ്രാക്ഷൻ തന്നിട്ടുണ്ട്, ഡിസ്പേർഷൻ ഉണ്ട്, ഡീവിയേഷൻ ഉണ്ട്, ഇന്റർഫറൻസ് ഉണ്ട്. അതിൽ ഓപ്ഷൻ ഇ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന ഒരു വൈറ്റ് ലൈറ്റ് ഒരു ഇക്വിലാറ്ററൽ ഗ്ലാസ് പ്രിസത്തിൽ വന്ന് ഫോൾ ചെയ്യുമ്പോൾ സംഭവിക്കാത്ത ഫിനോമിന എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ഇ ഇന്റർഫറൻസ് ആണ് നമുക്ക് അവിടെ നടക്കാത്തത്. അപ്പൊ നമുക്ക് നോക്കാം, ഒരു വൈറ്റ് ലൈറ്റ് ഈ പറയുന്ന ഒരു ഇക്വിലാറ്ററൽ ഗ്ലാസ് പ്രിസത്തിൽ വീഴുമ്പോൾ എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? റിഫ്ലക്ഷൻ ആണ് അല്ലെ. അതിൽ നിന്നും ആ ഒരു ഇതിലേക്ക് പ്രിസത്തിലേക്ക് വന്ന് വീഴുമ്പോൾ കുറച്ച് ലൈറ്റുകൾ ആ ഒരു സർഫേസ് ഓഫ് ദ പ്രിസത്തിൽ നിന്നും റിഫ്ലക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അടുത്തൊരു ഫിനോമിന എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ ആണ്. അപ്പൊ ആ ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് ബെൻഡ് ആയിട്ട് അതിലേക്ക് എൻ്റർ ആവുകയും പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു മീഡിയം ചേഞ്ച് വരുന്നുണ്ട് അല്ലെ. നമുക്ക് ആ ഒരു റെയർ രണ്ട് മീഡിയംസുകൾ വരുന്നുണ്ട്, പ്രിസവും ആ ഒരു എയറും തമ്മിലുള്ള രണ്ട് മീഡിയം ഡിഫറൻസ് വരുന്നത് കൊണ്ട് അവിടെ ഒരു ബെൻഡിങ് ഒക്കെ ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് റിഫ്രാക്ഷൻ നടന്നു എന്ന് പറയാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പേർഷൻ ആണ് അല്ലെ. ഡിഫറെന്റ് വേവ് ലെങ്ത് ആണ് നമുക്ക് വരുന്നത്, അപ്പൊ അത് സെപ്പറേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു സ്പെക്ട്രം ഓഫ് കളേഴ്സ് നമുക്ക് അവിടെ ക്രിയേറ്റ് ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസ്പേർഷനും ഒക്കെ ആകുന്നുണ്ട്. അടുത്തൊരു ഫിനോമിന എന്ന് പറയുന്നത് എന്താണ്? ഡീവിയേഷൻ ആണ് അല്ലെ. ലൈറ്റിന്റെ പാത്ത് ചേഞ്ച് ആകുന്നുണ്ട്. പല പാത്തുകളിലൂടെയാണ് ലൈറ്റ് ട്രാവൽ ആകുന്നുണ്ട്. ആ ഒരു പ്രിസത്തിലൂടെ പോകുമ്പോൾ അതിന്റെ പാത്ത് ചേഞ്ച് ആകുന്നത് കൊണ്ട് നമുക്ക് അവിടെ ഒരു ഡീവിയേഷനും ഒക്കെ ആകുന്നുണ്ട്. പക്ഷേ ഇന്റർഫറൻസ് ഒക്കെ ആകുന്നില്ല. കാരണം എന്താണ്? ഇന്റർഫറൻസ് എന്ന് പറയുന്നത് ഒന്നോ അതിലധികമോ വേവ്സുകൾ സൂപ്പർ പൊസിഷൻ ആയിട്ട് ഇൻവോൾവ് വരികയാണ് അല്ലെ. ആ ഒരു ഫിനോമിന, ഒരു സിംഗിൾ ബീം ഓഫ് ലൈറ്റ് ഈ പറയുന്ന പ്രിസത്തിലൂടെ പോകുമ്പോൾ നമുക്ക് അവിടെ ഇന്റർഫറൻസ് ഒക്കെ ആകുന്നില്ല. അപ്പൊ നമ്മളൊരു വൈറ്റ് ലൈറ്റ് ഈ പറയുന്ന പ്രിസത്തിലേക്ക് വരുമ്പോൾ റിഫ്ലക്ഷൻ വരുന്നുണ്ട്, റിഫ്രാക്ഷൻ വരുന്നുണ്ട്, ഡിസ്പേർഷൻ വരുന്നുണ്ട്, ഡീവിയേഷൻ വരുന്നുണ്ട്. പക്ഷെ ഇന്റർഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിനോമിന മാത്രം നമുക്ക് അവിടെ ഒക്കെ ആകുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, the de Broglie wavelength associated with the electrons accelerated by the potential of 81 volt is lying in the region of electromagnetic waves dash. അതായത് ഒരു ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് അസോസിയേറ്റ് ചെയ്ത ഒരു ഇലക്ട്രോണുകളായിട്ട് ആക്സലറേറ്റ് ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് 81 വോൾട്ട് ആണ്. ഓക്കെ, അത് ഏത് റീജിയനിലായിരിക്കും നമുക്ക് കിടക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പൊട്ടൻഷ്യൽ 81 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു വേവ് ലെങ്ത് ഏത് റീജിയനിലായിരിക്കും? ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഏത് റീജിയനിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് അൾട്രാ വയലറ്റ് റേസ്, ഇൻഫ്രാറെഡ് റേസ്, മൈക്രോവേവ്സ്, എക്സ് റേസ്, ഗാമ റേസ് ആണ്. സോ ഹിയർ ഓപ്ഷൻ ഡി ഗാമ റേസ്, സോറി ഓപ്ഷൻ ഡി എക്സ് റേസ് ആണ് നമുക്ക് കിട്ടുന്ന റൈറ്റ് ആൻസർ. ഓക്കെ, ഈ പറയുന്ന 81 വോൾട്ടിൽ വരുന്ന പൊട്ടൻഷ്യൽ ആ ഒരു ഇലക്ട്രോൺസുകൾ ആക്സലറേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പൊട്ടൻഷ്യൽ വേവ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? എക്സ് റേസിലാണ് നമുക്ക് കിടക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ലാംഡ ഇസ് ഈക്വൽ ടു h ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2mev ആണ് അല്ലെ. h എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. നമുക്കറിയാം 6.626 into 10 to the power minus 34 ജൂൾ സെക്കൻഡ്സ് ആണ്. m എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ഇലക്ട്രോണിന്റെ മാസ് ആണ്, അത് നമുക്കറിയാം. E എന്ന് പറയുന്നത് ഇലക്ട്രോൺ ചാർജ് ആണ്. v എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ ഈ വാല്യൂസ് നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. 6.626 into 10 to the power minus 34 ബൈ ബാക്കിയുള്ള ടേംസുകളെല്ലാം സ്ക്വയർ റൂട്ടിൽ കൊടുക്കും. അപ്പൊ ഇത് എനിക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലാംഡ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1.36 into 10 to the power minus 10 മീറ്റർ ആണ്. ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഈ വേവ് ലെങ്ത് എന്ന് പറയുന്നത് എക്സ്റേ റീജിയനിലാണ് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് വെച്ചിട്ട് ആ ഒരു ലാംഡയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ 81 വോൾട്ട് എന്ന് തന്നിരിക്കുന്നത്. ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ നമുക്ക് അറിയുന്ന കോൺസ്റ്റന്റ് വാല്യൂസുകളാണ്. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എനിക്ക് ലാംഡയുടെ വാല്യൂ കിട്ടി. ലാംഡയുടെ വാല്യൂ എന്താണോ അതിനനുസരിച്ചാണ് ഏത് റീജിയൻ ആണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ ഹിയർ ഓപ്ഷൻ എക്സ്റേ റീജിയൻ ആണ് നമുക്ക് ഈ പറയുന്ന വേവ് ലെങ്ത്, ആ ഒരു ഇലക്ട്രോൺ നമുക്ക് ഈ ഒരു വേവ് ലെങ്ത്തിലാണെങ്കിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, if the time period t of a satellite revolving close to the earth is given as t is equal to 2 pi r raised to a g raised to b ആണ്. അങ്ങനെയാണെങ്കിൽ then the value of a and b are respectively. r എന്ന് പറഞ്ഞാൽ എർത്തിന്റെ റേഡിയസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്, g എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും അല്ലെ. അപ്പൊ ടൈം പീരീഡ് ഒരു സാറ്റലൈറ്റ് റിവോൾവ് ചെയ്തിരിക്കുന്ന ഒരു എർത്തുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുന്നതിന്റെ ടൈം പീരീഡ് t തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എയും ബിയും എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ,
എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/2 ആണ്, ബി എന്ന് പറയുന്നത് -1/2 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോ നമുക്ക് ആ ഒരു എയുടെയും വാല്യൂനെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ടൈം പീരീഡിലുള്ള ഒരു ഇക്വേഷൻ എന്താന്നുള്ളത് നമുക്ക് അറിയണം അല്ലെ. സോ ടി ഈസ് ഈക്വൽ ടു 2π√r³ ആണ്. ജി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്, എം എന്ന് പറയുന്നത് എർത്തിന്റെ മാസ് ആണ്, ആർ എന്ന് പറയുന്നത് ആ ഒരു ഓർബിറ്റിന്റെ റേഡിയസ് ആണ് അല്ലെ. അപ്പൊ സ്മോൾ ജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. ജിയും ജിയും തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്കറിയാം. ജി ഇസ് ഈക്വൽ ടു gm/r² ആണ്. അപ്പൊ gm is equal to എന്താണ്, gr² വരും. അപ്പൊ t is equal to gm ന് പകരം ഞാൻ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. r³ വരും. ഈ r³ ഉം r² ക്യാൻസൽ ആകും. സോ നമുക്ക് ഇവിടെ 6 മാത്രം വരും. 2π into √r/g ആണ് വരുന്നത്. അപ്പൊ ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്യാണ്. 2π is equal to t is equal to 2π r⁴a g⁵b വരുന്നുണ്ട് അല്ലെ. അപ്പൊ അത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് r ന്റെ വാല്യൂ എന്താണ്, അതായത് r എന്ന് പറഞ്ഞാൽ √r ആണ്. അപ്പൊ 1/2 ആണ് വരുന്നത്. g എന്ന് പറയുന്നത് താഴെയാണ് അല്ലെ. അപ്പൊ നമുക്ക് അത് ന്യൂമറേറ്ററിലേക്ക് മാറുമ്പോൾ -1/2 വരും. അങ്ങനെയാണ് g എന്ന് പറയുന്നത് -1/2. സോ എയും ബിയും എനിക്ക് 1/2 and -1/2 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ആ രണ്ട് ഇക്വേഷൻസ് എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ മാത്രം നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ ആംഗിൾ ബിറ്റ്വീൻ എ ക്രോസ് ബി ആൻഡ് ബി ക്രോസ് എ അല്ലെ, ഈ രണ്ട് ആംഗിളുകൾ തമ്മിൽ, ഈ രണ്ട് ഇത് തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് 180 ഡിഗ്രി ആണ് വരുന്നത്. ആംഗിൾ എത്രയാണ്, 180 ഡിഗ്രി ആണ്. അത് എങ്ങനെയാണ് നമുക്ക് 180 ഡിഗ്രി കിട്ടണമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇത് രണ്ടും ക്രോസ് പ്രൊഡക്റ്റ് ആണ് അല്ലെ. രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റിന്റെ പ്രോപ്പർട്ടീസുകൾ നമുക്ക് നോക്കാം. എ ക്രോസ് ബി എന്ന് പറയുന്നത് ഒരു ക്രോസ് പ്രൊഡക്റ്റ് ആണെങ്കിൽ ദാറ്റ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി ആണ് അല്ലെ. രണ്ടും ക്രോസ് പ്രൊഡക്റ്റ് ആണെങ്കിൽ ബോത്ത് ആർ ഇൻ പെർപെൻഡിക്കുലർ ആണ്. അതേപോലെ തന്നെ അവയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ച് നമുക്ക് കിട്ടും. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, മോഡുലസ് ഓഫ് എ മോഡുലസ് ഓഫ് ബി സൈൻ തീറ്റ ആയിരിക്കും. തീറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു വെക്ടേഴ്സ് ആണ്. ഇപ്പൊ നമുക്ക് എ ക്രോസ് ബി അതുപോലെ തന്നെ ബി ക്രോസ് എ ആണ്. അപ്പൊ എ ക്രോസ് ബി ആൻഡ് ബി ക്രോസ് എന്ന് പറയുന്നത് രണ്ടും ഓപ്പോസിറ്റ് ആണ് വരുന്നത് അല്ലെ. എ ക്രോസ് ബി ക്രോസ് എ രണ്ടും ഓപ്പോസിറ്റ് ആണ്. സോ നമുക്ക് അതിന് എന്തെന്ന് പറയാം, -a ക്രോസ് ബി എന്ന് കൊടുക്കാം. സോ ഇവർ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. ബിക്കോസ് ബോത്ത് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. എ ക്രോസ് ബി അല്ലെങ്കിൽ ബി ക്രോസ് എ എന്ന് പറയുന്നത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് അവയുടെ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. അങ്ങനെയാണ് നമുക്ക് ഈ രണ്ട് പ്രോഡക്റ്റുകൾ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് 180 ഡിഗ്രി കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ ഇനിഷ്യൽ സ്പീഡ് ഓഫ് ദ കാർ മൂവിംഗ് അറ്റ് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ഈസ് ഹാഫ്ഡ് then the stopping distance s become. അപ്പൊ ഒരു കാർ മൂവ് ചെയ്യുന്നതിന്റെ ഇനിഷ്യൽ പൊട്ടൻഷ്യൽ അല്ലെ, ഒരു കോൺസ്റ്റന്റ് ആക്സിലറേഷനിൽ വരുന്ന ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ പകുതിയാക്കി, ഹാഫ് ആക്കി. അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്തായിട്ടാണ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് s/4, അതായത് ഓൾറെഡി ഉള്ള സ്പീഡിനേക്കാൾ 4 ടൈംസ് ലെസ് ഡിസ്റ്റൻസിൽ, അതായത് ഇപ്പൊ ഒരു 8 മീറ്റർ എങ്കിൽ 2 മീറ്ററിൽ തന്നെ നമുക്ക് അത് സ്റ്റോപ്പ് ആകും. അതാണ് ആ പറയുന്നത് s/4 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ ആ ഒരു കോൺസ്റ്റന്റ് ആക്സിലറേഷനിൽ വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, s is equal to v²/2a ആണ്. അപ്പൊ ഇനിഷ്യൽ സ്പീഡ്, ആ ഒരു ഇനിഷ്യൽ സ്പീഡിന്റെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, ഹാഫ് ആക്കിയിട്ടുണ്ട്. അപ്പൊ v എന്ന് പറയുന്നതാണ് ഇനിഷ്യൽ സ്പീഡ്. ഇപ്പൊ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്, ഹാഫ് ആക്കി. അപ്പൊ v/2 വരും അല്ലെ. സോ ഇനിഷ്യൽ പൊട്ടൻഷ്യൽ v/2 ആകുമ്പോൾ നമുക്ക് പുതിയത് എങ്ങനെ വരും, v/2² ആണ്. അപ്പൊ v²/4/2a ആണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് വരും, v²/8a എന്ന് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്, ആ ഒരു ഒറിജിനൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസും ഇത് വരുമ്പോൾ s new is equal to s/4. അതായത് ഈ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്യാണ് അല്ലെ. നോക്കൂ, ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്, v²/2a ആണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഈ സ്ക്വയർ ക്യാൻസൽ ആകും, എയും ക്യാൻസൽ ആകും. ഇവിടെ എനിക്ക് 4 ആകും അല്ലെ. അപ്പൊ s എന്ന് പറയുന്നത് 1/4 ആണ്. അതായത് ഒറിജിനലിനേക്കാൾ എനിക്ക് എത്ര വരും, 4, s/4 ആണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. when a cricketer catches a ball in 30 seconds the force required is 2.5 Newton, then the force required to catch the ball in 50 seconds. ഓക്കെ, 30 സെക്കൻഡിലുള്ള ഒരു ബോള്
2.5 ന്യൂട്ടൺ എടുത്തിട്ടാണ് ഫോഴ്സ് റിക്വയർ ചെയ്തിട്ടാണ് ക്യാച്ച് ചെയ്തിരിക്കുന്നത്. അതേ ബോൾ 50 സെക്കൻഡ് ആണെങ്കിൽ നമുക്ക് എത്രത്തോളം ഫോഴ്സ് ആവശ്യം വരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 30 സെക്കൻഡ്സിൽ 2.5 ന്യൂട്ടൺ ആണ്. ദെൻ 50 സെക്കൻഡ്സിൽ എത്ര ന്യൂട്ടൺ വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. സോ ഹിയർ ഓപ്ഷൻ എ 1.5 ന്യൂട്ടൺ ആണ് നമുക്ക് വേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഫോഴ്സ് റിക്വയർ ചെയ്തിരിക്കുന്നത് അതായത് 30 സെക്കൻഡ്സിന് നമുക്ക് 2.5 വേണ്ടിയിരിക്കുന്നു. ടൈം നമ്മൾ 50 സെക്കൻഡ് ആകുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫോഴ്സ് റിക്വയർഡ് അല്ലെങ്കിൽ ആ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അതിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഫോഴ്സിനുള്ള ഒരു ഇക്വേഷൻ ആണ് F is equal to del P by del T ആണ്. Del P എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. del T എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടൈം ആണ്. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം del P എന്ന് പറയുന്നത് രണ്ട് കേസസിലും സെയിം ആണ്. കാരണം ആ ബോളിന്റെ സ്പീഡിനെയും മാസിനെയും അത് രണ്ടും കോൺസ്റ്റന്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. അതിനെ രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് വരുന്നത്. P is equal to ma ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് സെയിം ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ ഒരു ടൈമിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെ. F എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1 by del T ആണ് വരുന്നത്. അപ്പോ ടൈം കൂടുകയാണെങ്കിൽ ഫോഴ്സ് എന്തായിരിക്കും? നമുക്ക് കുറയുകയാണ് ചെയ്യുന്നത്. ബോത്ത് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ F1 by F2 എന്ന് പറയുന്നത് എനിക്ക് T2 by T1 കൊടുക്കാം അല്ലെ. T2 എന്ന് പറയുന്നതാണ് നമുക്ക് കാൽക്കുലേറ്റ് തന്നിരിക്കുന്നത്. 50 സെക്കൻഡ്സ് തന്നിട്ടുണ്ട്. T1 എന്ന് പറയുന്നത് 30 ആണ്. F1 നമുക്ക് 2.5 ആണ്. F2 എന്ന് പറയുന്നതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ F2 is equal to 2.5 into 30 അതായത് 3 എന്ന് കൊടുത്തു. രണ്ട് സീറോസും ക്യാൻസൽ ചെയ്യുമ്പോൾ 3 വരും. 3/5 വരും അല്ലെ. ഇത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എത്രയാണ് കിട്ടുന്നത്? 1.5 ന്യൂട്ടൺ ആണ് എനിക്ക് 50 സെക്കൻഡ്സിലുള്ള ഒരു ബോളിനെ ക്യാച്ച് ചെയ്തതിന് ആവശ്യമായിട്ട് വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ ബോൾ is thrown vertically upwards in an initial speed of 20 meter per second. Then the velocity and acceleration at the highest point of its motion are respectively. ഒരു ബോൾ ഞാൻ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് 20 മീറ്റർ പെർ സെക്കൻഡ് ഇനിഷ്യൽ സ്പീഡിൽ എറിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റിയും ആക്സലറേഷനും ഏറ്റവും മാക്സിമം ഹയസ്റ്റ് പോയിന്റിൽ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ വരുന്ന ആൻസർ ബി ആണ്. എന്തൊക്കെയാണ്? വെലോസിറ്റി എന്ന് പറയുന്നത് 0യും ആക്സലറേഷൻ 9.8ഉമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഹയസ്റ്റ് പോയിന്റ് ഓഫ് മോഷനിൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0. കാരണം ബോൾ അവിടെ എത്തുമ്പോൾ എന്താകും? സ്റ്റോപ്പ് ആകും. കാരണം തിരിച്ചു വരണം അല്ലെ. അപ്പൊ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് വെലോസിറ്റി 0 ആയിരിക്കും. കാരണം അത് തിരിച്ചു വരാനുള്ള ആ ഒരു പ്രിപ്പറേഷനിലായിരിക്കും നിൽക്കുന്നത്. എങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് നമുക്ക് 9.8 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെ. ആ ഒരു ഫുൾ മോഷനിൽ നമുക്കറിയാം ആ ഒരു ആക്സലറേഷൻ എന്ന് പറയുന്നത് 9.8 ആണ്. അപ്പൊ ഹയസ്റ്റ് പോയിന്റിൽ വരുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 9.8 ആണ് വരുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമുക്ക് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് റൈറ്റ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? താഴെ തന്നിരിക്കുന്നതിൽ ഒരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കൂ. ഫോഴ്സസ് ഓൾവേസ് ഒക്യൂർസ് ഇൻ പെയർസ്. ഫോഴ്സസ് എപ്പോഴും പെയർ ആയിട്ടാണ് നിൽക്കുന്നത്. Impulsive force is a force that acts for a shorter duration. Impulsive force എന്ന് പറയുന്നത് ഒരു ഷോർട്ടർ ഡ്യൂറേഷനിൽ വരുന്ന ഒരു ഫോഴ്സ് ആണ്. Impulse is the change in momentum of the body. ഒരു ബോഡിയുടെ ചേഞ്ച് ഇൻ മൊമെന്റം എന്താണോ അതിനെയാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. Momentum and change in momentum both have the same direction. മൊമെന്റത്തിനും ചേഞ്ച് ഇൻ മൊമെന്റത്തിനും സെയിം ഡയറക്ഷൻ ആണെന്നാണ് പറയുന്നത്. Action and reaction forces are acting on a different bodies. ഡിഫറെന്റ് ബോഡീസുകളിലാണ് ആക്ഷനും റിയാക്ഷനും ഫോഴ്സസ് നടക്കുന്നത്. ഇൻകറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ഡി ആണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ എന്ന്. ഫസ്റ്റ് വൺ, ഫോഴ്സസ് ഒക്യൂർസ് ഇൻ പെയർ അല്ലെ. അതായത് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമുക്കറിയാം ന്യൂട്ടൺ തേർഡ് ലോ എന്താണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ആക്ഷനും റിയാക്ഷനും നമുക്ക് പെയർ ആയിട്ടല്ലേ നടക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് വൺ എന്താണ്? ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഷോർട്ടർ ഡ്യൂറേഷനിലാണ്. ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഹൈ ഫോഴ്സ് ആണ്. ഒരു ഷോർട്ടർ പീരീഡ് ഓഫ് ടൈമിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ഹൈ ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഇമ്പൾസ് ഈസ് ദ ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് ദ ബോഡി അല്ലെ. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നതാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. അടുത്തത് മൊമെന്റം ആൻഡ് ചേഞ്ച് ഇൻ മൊമെന്റം ബോത്ത് ഹാവ് ദ സെയിം ഡയറക്ഷൻ ആണ്. തെറ്റാണ്. കാരണം ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് ഡയറക്ഷനിലാകും ഒറിജിനൽ മൊമെന്റിന്. അതെന്ന് പറയുന്നത് ആ ഒരു ഫോഴ്സിൽ അല്ലെങ്കിൽ ആ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന
ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ചേഞ്ച് ഇൻ മൊമെന്റം വരുന്നത്. അതേപോലെ തന്നെ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ തന്നിരിക്കുന്നത്? ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഫോഴ്സസ് ആക്ട് ഓൺ ഡിഫറെന്റ് ബോഡീസ് ആണ് അല്ലെ. അപ്പൊ അക്കോർഡിംഗ് ടു തേർഡ് ലോ ഓഫ് മോഷനിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ പറയുന്ന ആക്ഷനും റിയാക്ഷനും നമുക്ക് എങ്ങനെയാണ്? ഡിഫറെന്റ് ബോഡികളിലാണ് നമുക്ക് ഒക്യൂർ ആകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ഡി ആണ് നമുക്ക് തന്നിരിക്കുന്നതിൽ ഇൻകറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.